നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മെയ് മാസത്തിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മെയ് മാസത്തിൽ 2 ഗഡു പെൻഷനാണ് ലഭിക്കുക. കഴിഞ്ഞ വർഷം നൽകാനുള്ള 3 മാസത്തെ ഗഡുവിൽ നിന്ന് 1 മാസത്തെ ഗഡു പെൻഷനും മെയ് മാസത്തെ പെൻഷനും കൂടി 3200 രൂപ അവർക്ക് ലഭിക്കുന്നതാണ്. അതിനുമുമ്പായി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഈ മാസം അവസാനത്തിൽ 1 മാസ ഗഡു പെൻഷൻ ലഭിക്കുമെന്നുള്ളത്. അതിപ്പോൾ സർക്കാർ കുറച്ച് അങ്ങോട്ട് നീട്ടുകയാണ്. മെയ് മാസം പകുതിയോടുകൂടി മെയ് മാസത്തെ പെൻഷൻ്റെ കൂടെയായിരിക്കും 2 മാസത്തെ പെൻഷൻ ലഭിക്കുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. 18,000 കോടി രൂപ അതിനിപ്പോൾ സർക്കാർ മാറ്റിവെച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലകളിലും പ്രത്യേക പരിപാടിയായിട്ടാണ് ഈ ഒരു ആഘോഷം നടക്കുന്നത്. അത് നടക്കുന്ന സമയത്ത് തന്നെ പെൻഷൻ കുടിശ്ശിക കുറക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. 4 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ 1 മാസത്തെ കുടിശ്ശിക ജനുവരി മാസത്തിൽ ലഭിച്ചു. ബാക്കി ഈ വർഷം 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലൊരു കുടിശ്ശിക 1600 രൂപയും മെയ് മാസത്തെ പെൻഷൻ 1200 രൂപയും കൂട്ടി 3200 രൂപ അവർക്ക് അടുത്ത മാസം പകുതിയോട് കൂടി തന്നെ അവരുടെ കൈകളിലെത്തുന്നതാണ്. അടുത്ത മാസം 14, 15 തീയതികളിലായിരിക്കും അവരുടെ അക്കൗണ്ടിൽ എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെൻഷൻ ലഭിച്ച ആളുകൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുന്നതാണ്. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ വർഷം അവസാനത്തിൽ പഞ്ചായത്ത് ഇലക്ഷനും തുടർന്ന് ലോക്സഭാ ഇലക്ഷനെല്ലാം നടക്കുന്നതിൽ തന്നെ ഇനി പെൻഷനിൽ നിന്ന് അധികം ആളുകളെ പുറത്താക്കേണ്ടതാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ചവരുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം 80% ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ മസ്റ്റിൻ ചെയ്യാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളുണ്ട്, വീട്ടിൽ മറ്റ് സൗകര്യങ്ങൾ, വാഹനങ്ങളുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ പെൻഷനിൽ നിന്നും കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം പുറത്താക്കിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അതിനുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെൻഷൻ പിന്നീട് പുനഃസ്ഥാപിക്കുന്നതാണ്. നമുക്ക് ഈ വർഷം അവസാനത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നതിൽ തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമായ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമായിരിക്കും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ പെൻഷൻ ഇപ്പോൾ പുതിയത് അപേക്ഷിക്കാൻ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആവുന്നുണ്ട്. പെൻഷൻ തള്ളിയ ആളുകൾക്ക് അതിൻ്റെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. പെൻഷൻ മുടങ്ങിയ ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതെല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട്. ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പായി തന്നെ മാക്സിമം ആളുകൾക്ക് പെൻഷൻ നൽകുക എന്ന് ഓരോ പഞ്ചായത്തും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവർക്ക് തുടർഭരണം കിട്ടാനും മറ്റു കാര്യങ്ങൾക്കും അത് അത്യാവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ മുതലാക്കി നമ്മൾ മാക്സിമം 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ടെങ്കിൽ അവരും എത്രയും പെട്ടെന്ന് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും പെൻഷൻ തുടർന്ന് ലഭിക്കും. ഈ മെയ് മാസത്തിൽ 1 മാസത്തെ ഗഡു പെൻഷനോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷൻ കൂടി ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് 3200 രൂപ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.